CPI നേതാക്കൾ CPIM-ലേക്ക് ചേർന്നു. CPI ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറിയായിരുന്ന വി പ്രശാന്തും മണ്ഡലം സെക്രട്ടേറിയറ്റ്, മണ്ഡലം കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, AITUC നേതാക്കൾ തുടങ്ങി CPI-യുടെ വിവിധ ഘടകങ്ങളിൽ നേതാക്കളായിരുന്നവരാണ് കായംകുളം കൃഷ്ണപുരത്ത് CPIM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. ജനാധിപത്യ വിശ്വാസികളെ, പത്ര മാധ്യമ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ വിദ്യാർത്ഥി യുവജന രംഗത്തൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വരികയും ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൃഷ്ണപുരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട്, അതുപോലെ തന്നെ AYF-ൻ്റെ കായംകുളം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ കൗൺസിൽ, ജില്ലാ യുവജന സംഘടനയുടെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന തരത്തിലും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി കഴിഞ്ഞ 10 വർഷക്കാലം പാർട്ടിയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്ന സെക്രട്ടറിയും ആലപ്പുഴ ജില്ലാ കൗൺസിൽ CPIയുടെ ജില്ലാ കൗൺസിൽ മെമ്പറുമായിരുന്നു. എന്നല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 2-3 വർഷക്കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ നിരന്തരം ഒരു പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട സഖാവ് നിലയിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് വേണ്ടത്ര രീതിയിലെല്ലാം പരിഗണിക്കാതെ, നമ്മുടെ അഭിപ്രായങ്ങളെ വേണ്ടത്ര പരിഗണന നൽകാതെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പോലുള്ള സഖാക്കൾ സാധാരണ പാർട്ടിയുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യുകയും ഇന്ന സഖാബിനെ സംരക്ഷിക്കുന്ന, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ അയാളെ മാത്രം സഹായിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ പണ്ട് MP കൃഷ്ണപിള്ളയുടെ കൊച്ചുമോൻ എന്നുള്ളൊരു പരിഗണന, ആ തരത്തിൽ എന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എൻ്റെ അപ്പൂപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവർക്കൊക്കെ പരിഗണന കിട്ടുക, ബാക്കിയുള്ളവരായിട്ട് വല്ലാതെ വന്ന സാധാരണ മറ്റ് ചെറിയ പാവപ്പെട്ട സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് യാതൊരു പരിഗണനയും നൽകാത്ത ഒരു നേതൃത്വപരമായ സമീപനം സ്വീകരിക്കുന്ന, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അതിനകത്ത് കൂരൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അത് പറയാൻ പാടില്ലെങ്കിൽ പോലും അതിനകത്ത് ചില നിറത്തിൻ്റെ വ്യത്യാസം പലപ്പോഴും പിന്നെ വെളുത്തവനും കറുത്തവനും പല സായിപ്പന്മാർ പറയുന്ന കൂട്ട് അത്ര സമീപനങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇത്തരം സമീപനം സ്വീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടിയുടെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഘടകങ്ങളിലും ചർച്ച ചെയ്തെടുക്കുന്ന എല്ലാ വിഷയങ്ങളിലും ആ ചർച്ച ചെയ്തേ മുന്നോട്ട് പോകാമുള്ളൂ എന്ന് പറയുന്നവർ തന്നെ നേതൃത്വത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ സമീപനത്തിന് മാറ്റം വരികയും അത് വീണ്ടും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്ന സമീപനം ഇതിനോടൊന്നും യോജിക്കാൻ കഴിയുന്ന ഒരു സമീപനമല്ല. അതുപോലെ തന്നെ ഈ പാർട്ടി കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമ്മേളനങ്ങളിൽ പോലും പല വിഷയങ്ങളിലും പറയുമ്പോൾ പറയുന്ന ആൾ ഒരു വിഷയം ഉയർത്തി കാണിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ പോലും അന്വേഷിക്കാതെ അതിനെ മാറ്റുന്ന, അല്ല അത് അങ്ങനെ പറയാൻ പാടില്ല, അതൊക്കെ പാർട്ടിക്ക് വിരുദ്ധമാണെന്ന് പറയുന്ന സമീപനങ്ങൾ. അപ്പോൾ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുകയും എന്നെപ്പോലുള്ള പാർട്ടിയെ എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ 10-30 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും എൻ്റെ യുവജന വിദ്യാർത്ഥി ട്രേഡ് യൂണിയൻ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഖാവ് നിരത്തിലും ഒരു പരിഗണന പോലും നൽകാതെ മാറ്റി നിർത്തുന്ന, എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പോലും പിന്നീട് എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും അവർ തയ്യാറാകാത്ത ഒരു പാർട്ടി നേതൃത്വം. സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. ഞാൻ ചെറിയ കാലം മുതൽ തന്നെ പൊതുരംഗത്തെ പ്രവർത്തനവും സാംസ്കാരിക രംഗത്തെ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. ആ ഉറച്ച നിലപാടുകളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ നിലപാടുകളെന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മ അവരൊക്കെ സബ് ജയിലും സെൻട്രൽ ജയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരും
ഈ കാലം അത്രയും ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം പീഡിതരും ദുഃഖിതരും കഷ്ടപ്പെട്ടിട്ടുള്ളയും ആളുകൾക്കൊരു മോചനമുണ്ടാകുന്ന ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്ന് തീരുമാനപ്പെടുത്തിക്കൊണ്ട് ഉറച്ച നിലപാടിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ പ്രവർത്തിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുമ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ആലപ്പുഴ ജില്ലാ കൺവീനറായിട്ടും KPMSൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം താലൂക്ക് സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടും ആദിവാസി ദളിത് സമര സമിതിയുടെ CK ജാനുവരി സമര സമിതിയുടെ സംസ്ഥാന കൺവീനറെ ളാഗേ സമരത്തിൻ്റെ സംസ്ഥാന കൺവീനറായിട്ടൊക്കെ ഒരു പട്ടികജാതി വിഭാഗങ്ങളുടെ ഇടയിൽ ശക്തമായ ഒരു പോരാട്ട നടത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വപരമായി നിൽക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമുണ്ടായ പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ ഉറച്ച വിശ്വാസത്തിലും കാര്യത്തിലും നമ്മൾ പ്രവർത്തിക്കുകയാണ്. പക്ഷേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും അതിൻ്റെ മണ്ഡലം കമ്മിറ്റിയിലും ഭാരവാഹികൾ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്കും പങ്കെടുക്കുമ്പോഴൊക്കെ എന്നോട് വളരെ ഒരു ദളിതൻ എന്ന നിലയിൽ ഒരു പിന്നോക്ക സമുദായക്കാരെന്ന നിലയിൽ എൻ്റെ വാക്കിന് വില കൊടുക്കുകയോ പറയുകയോ നമ്മൾ കൊണ്ടുവരുന്ന സഖാക്കളെ ഒന്നും അവരെ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. യാതൊരുവിധ ബോധവും ഇല്ലാത്തവരും യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്ത ആളുകളെയൊക്കെ മുൻനിർത്തി പറയുകയും എടുക്കുകയും നമ്മൾ ചിലപ്പോൾ വിജയ സാബ് കുറേ കൂടെ പഠിക്കാനുണ്ട്, പഠിപ്പിച്ചിട്ട് വേണം എന്ന് പറയും. നിരുപാധികം എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും നമ്മളെ ഒഴിവാക്കുകയാണ്. ഞാനാണെങ്കിൽ AITUCയുടെയൊക്കെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നപ്പോഴും നമ്മളെ ഒഴിവാക്കി, മണ്ഡലം സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി. എൻ്റെ പ്രദേശത്തു നിന്ന് എൻ്റെ കൂടൊപ്പം വന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെ അവർ ഔദ്യോഗികമായിട്ടും പ്രവർത്തന രംഗത്തുനിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ചില ആളുകളെയൊക്കെ കുത്തിത്തിരികി കയറ്റി പാർട്ടി ഞങ്ങളെ ശക്തമാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന തരത്തിൽ. അപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടം മുതൽ ഓർമ്മ വെച്ച കാലം തൊട്ട് പോരാട്ടങ്ങളിൽ നിൽക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അധസ്ഥിത ജനവിഭാഗത്തിനാണ് അവകാശങ്ങളും വാദപ്രതിവാദങ്ങളും നേട്ടങ്ങളും നിലനിൽപ്പും ഉണ്ടാകേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കിട്ടും എന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ പോലും അത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ CPIക്കകത്തു നിന്നും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റിയിൽ നിന്നോ അങ്ങനെ ഒരു നല്ല അനുഭവം ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടത്തില്ല എന്നുള്ള പൂർണ്ണ ബുദ്ധിയായതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇനി ഈ CPIയിട്ട് പോകുന്നില്ല. ഇപ്പോഴത്തെ നിലപാടുകളും കാഴ്ചപ്പാടും വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവും വലിയ സംവിധാനങ്ങൾ പോകുന്നത് വർഗീയ ഫാസിസം വളർന്നു പോകുന്നു, പണാധിപത്യം വളർന്നു പോകുന്നു. ഒരു കാലഘട്ടത്തിൽ നിലനിന്ന അടിച്ചമർത്തലും പീഡനങ്ങളും പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉടലെടുക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മാർഗവും പോരാട്ടങ്ങളിൽ നിൽക്കുന്നതായൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. വളരെ വിഷയങ്ങളും കാര്യങ്ങളും പറയുന്നെങ്കിൽ പോലും സാധാരണ ജനങ്ങളെ സംരക്ഷിച്ചു പോകുന്നതിനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതുമായ ഒരു പ്രസ്ഥാനം CPM ആയതുകൊണ്ട് ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ ഞാനും എന്നോടൊപ്പം വരുന്ന സഖാക്കളും CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനപ്പെടുത്തിക്കൊണ്ടാണ് CPI ഞങ്ങൾ പിന്മാറുന്നത്. CPIയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് LDFിലെ കരുത്തുറ്റ സംഘടനാ നേതൃത്വമായ CPIMനൊപ്പം ചേരുന്നതെന്നും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. V പ്രശാന്ത്, മഞ്ഞാടിത്തറ വിജയൻ, K സുധാകരൻ, P സുരേന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.